بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അടിമയുടെയും ആഖിറത്തിന്റെ വിജയം ആധാരമാക്കിയിട്ടുള്ളത് ഷഹാദത്തിനെയാണ്. ദുനിയാവിൽ അല്ലെങ്കിൽ ദുനിയാവിൻ്റെ കാര്യങ്ങളുമായി ഷഹാദത്തിന് ബന്ധമില്ല. ദുനിയാവിലെ മനുഷ്യന്റെ കാര്യങ്ങൾ നടത്താൻ, ആവശ്യങ്ങൾ പൂർത്തിയാവാൻ, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ, ഉപകാരങ്ങൾ ഉണ്ടാവാൻ, അതിനൊന്നും ഷഹാദത്തിന്റെ ആവശ്യം വരുന്നില്ല. കാരണം കലിമത്തു തൗഹീദിലെ ഷഹാദ പൂർത്തിയാക്കിയവനും അല്ലാത്തവനും കാര്യം നടത്തി കൊടുക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അഥവാ ഷഹാദത്തിന് അള്ളാഹു ദുനിയാവിൽ മനുഷ്യന്റെ കാര്യങ്ങൾ നടക്കാൻ നിബന്ധനയാക്കിയാൽ മാ സഖാ മിൻഹ കാഫിറൻ ശുർബത മാഇൻ, അങ്ങനെ ഹദീസിൽ വന്നത്. ഒരു കാഫിറിന് അള്ളാഹു ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൊടുക്കൂലായിരുന്നു. പക്ഷെ അങ്ങനെയില്ല. മറിച്ച് നമ്മൾ അള്ളാഹുവിന്റെ തർത്തീബിൽ കാണുന്നതോ ഷഹാദത്തിന്റെ എതിരാളികളായി, ശത്രുക്കളായി, ഷഹാദത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട അംബിയാ മുർസലീങ്ങളെ ഉപദ്രവിച്ചവർക്കാണ് ദുനിയാവ് ഏറ്റവും അധികം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അഖീദ, നമ്മളുടെ വിശ്വാസം, നമ്മളുടെ കർമ്മങ്ങൾ, അതിലൂടെയുള്ള സത്യവിശ്വാസികളുടെ ലക്ഷ്യം ദുനിയാവിൽ പറയപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും കൂലി കിട്ടലല്ല. ദുനിയാവിന്റെ വസ്തുക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലഭിക്കലല്ല. അതല്ല നമ്മുടെ നീയത്ത്. നീയത്ത് ആഖിറത്തിൽ കിട്ടലാണ്. ദുനിയാവിൽ നമുക്ക് അഥവാ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു ഒരു സത്യവിശ്വാസിക്ക് നൽകുന്ന ഓഫറായിട്ട് കണ്ടാൽ മതി. ഷഹാദത്തിനെ അല്ലെങ്കിൽ ആദർശത്തെ അല്ലാഹു ദുനിയാവുമായി ബന്ധപ്പെടുത്തുന്നേയില്ല. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു മാർഗത്തെ ഒരാൾ ദീനായി സ്വീകരിച്ചാൽ അള്ളാഹു പറഞ്ഞല്ലോ, ഒമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ, സ്വീകരിക്കപ്പെടൂല എന്നല്ല, വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ നഷ്ടവാളിയാണ്. എവിടെ? ആഖിറത്തിൽ. ദുനിയാവിൽ ഈമാൻ ഇല്ലാത്തത് കൊണ്ട്, അഖീദ ഇല്ലാത്തത് കൊണ്ട്, ഷഹാദത്ത് ഇല്ലാത്തത് കൊണ്ട് നഷ്ടങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദുനിയാവുമായിട്ടല്ല കണക്ഷൻ, ആഖിറവുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിലും യൗമുൽ ആഖിറിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ പ്രയത്നം, അവരുടെ അധ്വാനം, അവരുടെ സമയവും ഊർജവും ചെലവഴിക്കുന്നതും ഏറ്റവും അധികം ആ ആഖിറത്തിന് വേണ്ടിയായിരിക്കും. കാരണം അവർ വിശ്വസിക്കുന്ന എന്താ? നമ്മൾ ദുനിയാവിനെ പറ്റി നമ്മളെ വിശ്വാസം എന്താണ്? അത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നിഴലാണ് ദുനിയാവ്, അതങ്ങ് തീരും. പക്ഷെ ആഖിറത്തെ പറ്റി നമ്മുടെ വിശ്വാസം അത് അവസാനിക്കൂല, കാലാകാലത്തേക്കുള്ളതാ. അതുകൊണ്ട് അവിടെ വിജയികളിൽ പെടാൻ വേണ്ടി എന്തു വേണമോ അതിന്റെ ബാക്കിലായിരിക്കും നമ്മളുടെ ഏറ്റവും വലിയ അധ്വാനം, ഏറ്റവും വലിയ പ്രയാസം. സഹാബത്ത് എങ്ങനെയായിരുന്നു? ദുനിയാവിന്റെ പിറകിൽ സഹാബാക്കള് പരിശ്രമിച്ചിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അത് സുന്നത്താണ്. പക്ഷെ മൊത്തത്തിൽ അതിന്റെ ബാക്കിൽ അങ്ങ് വിട്ടുകൊടുത്തില്ല. അവരുടെ മെയിൻ ഹമ്മ് ആഖിറ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന ഹമ്മുഹു അദ്ദുനിയ, ആരുടെയെങ്കിലും ഹമ്മ് ദുനിയാവായി മാറിയാൽ, നമ്മൾക്ക് ഈ പറയുന്ന ഞാനടക്കം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹമ്മ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
മനസ്സിന്റെ ഉള്ളിൽ സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചിന്ത, അതാണ് ഹമ്മ്. ഹമ്മുള്ളവന്റെ ഹമ്മിന്റെ അലാമത്ത് മുഖത്ത് കാണാൻ പറ്റും. സദാ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഉള്ളിലുണ്ടെങ്കിൽ അത് മുഖത്തുണ്ടാവും. ചിരി നഷ്ടപ്പെടും, ലോക്യം പറച്ചൽ നഷ്ടപ്പെടും, പ്രസന്നത ഉണ്ടാവൂല. ആര് കണ്ടാലും ചോദിക്കും, എന്തപ്പാ ഇങ്ങനെ മുഖോരിജാതി ഇരിക്കുന്നു. ഇതാണ് ഹമ്മ്. അപ്പൊ ദുനിയാവിന്റെ പേരിലാണ് ആ ഹമ്മ് ഉള്ളതെങ്കിൽ ഒന്ന് ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള പണിയൊന്നും നടക്കൂല. നിസ്കരിക്കാൻ കഴിയില്ല, നിസ്കാരത്തിന് ഇഖ്ലാസ് കിട്ടൂല, ബാക്കി നന്മകൾ ചെയ്യാൻ ദിക്ർ ചെല്ലാൻ പറ്റൂല, ഖുർആൻ ഓതാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരുത്തന്റെ ഹമ്മ് ദുനിയാവായി മാറിയാൽ അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ അല്ലാഹു ദാരിദ്ര്യം കൊണ്ട് നടക്കും, വിട്ടുപോകില്ല. മാത്രമല്ല ഒരുമിച്ച് കൂടി ഉണ്ടായ അവന്റെ റിസ്ഖിനെ അല്ലാഹു ചിന്നിച്ചിതറിയ അവസ്ഥയിലാക്കി കളയും. കാരണം എന്തെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങോട്ട് ഓടണം, പിന്നെ ഇങ്ങോട്ട് ഓടും, പിന്നെ അങ്ങോട്ട് ഓടും, പിന്നെ അവിടെ ഓടും, ഇവിടെ ഓടും. അങ്ങനെ ഓട്ടപ്പാശലിൽ ദുനിയാവ് അങ്ങ് തീരും. അല്ലാഹു കാക്കട്ടെ. ദുനിയാവ് മാത്രം ഫിക്റാക്കിയാൽ ഒരു സമാധാനം കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലോ, യാ മുആദ്, മുആദേ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നീ വിചാരിക്കുന്നുണ്ടോ ഒരുപാട് സമ്പത്തും സ്വത്തും കിട്ടലാണ് മനസ്സമാധാനമെന്ന്? എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ വിചാരിക്കണ്ട. അൽ ഗിനാ ഗിനൻ നഫ്സ്, ഏറ്റവും വലിയ സ്വത്ത് മനസ്സമാധാനമാണ്. അത് ദുനിയാവിന്റെ ബാക്കിൽ പോകുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല. അതിനു വേണ്ടി ഹമ്മാക്കുന്ന ആൾക്കാർക്ക് അതൊരിക്കലും കിട്ടൂല. എന്നാലോ വമൻ കാന ഹമ്മുഹു അൽ ആഖിറ, ആരുടെയെങ്കിലും ഹമ്മ് ആഖിറമാണെങ്കിൽ, സദാ അലട്ടുന്ന ഒരുത്തന്റെ പ്രശ്നം ആഖിറം 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 ആണെങ്കിൽ, ജമഅല്ലാഹു ശംലഹു, ദുനിയാവിൽ അവന്റെ ചിന്നിച്ചിതറിക്കിടക്കുന്ന റിസ്ഖിനെ എല്ലാം കൂടി ഒറ്റ സ്ഥലത്ത് അല്ലാഹു ആക്കി കൊടുക്കും. ഒരു ഓടേണ്ടി വരൂല, ഒരറിയാണ്ട് ഓരോ കാര്യങ്ങൾ നടക്കും. ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടും. അദ്കാറിന്, തിലാവത്തുൽ ഖുർആന്, കുടുംബങ്ങളെ സന്ദർശിക്കാൻ, ഇയാദത്തുൽ മരീദിന്, ഖബർ സിയാറത്തിന്, ബന്ധുക്കളെ സന്ദർശിക്കാൻ, ബന്ധങ്ങൾ ചേർക്കാൻ ഇഷ്ടം പോലെ സമയം ഉണ്ടാവും. കാരണം എന്താ? ഓന്റെ റിസ്ഖിനെ അല്ലാഹു ഓന്റെ അതത്തുഹു ദുനിയ വഹിയ റാഗിമ, അങ്ങനെ ആഖിറത്തിനെ ഫിക്റാക്കി നടക്കുന്നവന്റെ പിറകിൽ ഓന് ഇഷ്ടമല്ലെങ്കിലും ഓന്റെ ബാക്കിൽ ദുനിയാവ് വരും. അങ്ങനെ സഹാബാക്കൾ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഉമർ എന്നറിയപ്പെട്ട ആള്, മദീന ഭരിക്കുന്ന കാലം അദ്ദേഹം എന്താ ചെയ്തത്? ഖിലാഫത്ത് ഏറ്റെടുത്ത അന്ന് ഫാത്തിമാനെ ചെന്ന് കണ്ടു. ഭാര്യ ഫാത്തിമ രാജകുമാരിയാണ്, മർവാന്റെ മകൾ ഫാത്തിമ. പറഞ്ഞു, ഒന്നുകിൽ എന്നോടൊപ്പം ഫക്കീറായി ജീവിക്കാം, ഖലീഫ രാജാവ് പറയും, അല്ലെങ്കിൽ നിന്റെ പിതാവിന്റെ അധികാരവും സ്വർണവും വെള്ളിയും സൗകര്യവും അതെല്ലാം അനുഭവിച്ച് ഉപ്പാന്റെ കൂടെ പോയിട്ട് നിൽക്കാം. ഫാത്തിമ പറഞ്ഞു, നിങ്ങളോടൊപ്പം ജീവിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ ഫിക്ർ ആഖിറം. ആ കാലത്ത് മദീനയിൽ സകാത്തിന് അർഹതപ്പെട്ട ആളുകളില്ലാതെ മദീനത്തെ കുട്ടികൾ സ്വർണത്തിന്റെ കട്ടികളെ കൊണ്ട് എറിഞ്ഞു കളിച്ചുകൊണ്ടാണ് താരീഖ്. ആർക്കാ സകാത്ത് കൊടുക്കാൻ ആളില്ല, വാങ്ങാൻ ആളില്ല. എല്ലാവരുടെയും നില സുന്ദരമാണ്, അവസ്ഥ വളരെ മനോഹരമാണ്. അതുകൊണ്ട് ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഒരാള് പണിയെടുക്കല് അവിടെ രക്ഷപ്പെടാനുള്ള വഴി എന്ത് എന്നായിരിക്കും. അവിടെ രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒറ്റ വഴിയേ ഉള്ളൂ, അത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദിന്റെ ഷഹാദ. അതിനുശേഷം അവിടെ നിങ്ങോട്ട് എണ്ണപ്പെട്ട ബാക്കി കാര്യങ്ങൾ. ഉലമാക്കൾ പറഞ്ഞ പോലെ ഷഹാദ ഉള്ളത് കൊണ്ട് സ്വർഗം തുറക്കാൻ പറ്റൂല. പ്ലെയിൻ താക്കോല് കൊണ്ട് പൂട്ട് തുറക്കാത്ത പോലെ. താക്കോലുകൾക്ക് പല്ലുകൾ ഉണ്ടാവും, പൂട്ടിനനുസരിച്ച പല്ലുകൾ. അതുകൊണ്ട് ഷഹാദത്തിന് പല്ലുകൾ വേണം. ആ പല്ലുകൾ പൂർത്തിയാക്കിയ ഷഹാദ കൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ പറ്റും. ആ പല്ലുകളാണ് ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷർത്തുകൾ. അപ്പൊ ആ നിബന്ധനകൾ പാലിക്കാതെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കോടിക്കണക്കിന് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്ന് മരിച്ചാലും ആ കലിമ കൊണ്ട് സ്വർഗം തുറക്കാൻ കഴിയില്ല. കാരണം നിബന്ധനകൾ
പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. അവിടെ ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തു അറബി ഉലമാക്കളുടെ അവരുടെ ദർസുകൾ, അവർ ജീവിച്ച ആ കാലഘട്ടത്തിലുള്ള ഉമ്മത്തിന്റെ അവസ്ഥകൾ, ഇതെല്ലാം പരിശോധിച്ച് നോക്കിയപ്പോ വളരെ പ്രാധാന്യത്തോടെ അന്ന് ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറയപ്പെടാത്ത വീടുകളില്ല, ദർസുകളില്ല, പള്ളികളില്ല, മദ്രസകളില്ല. അത് പഠിപ്പിക്കപ്പെടാത്ത മക്കളില്ല. സലഫുകൾ അവരുടെ മക്കളോട് ദീനിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വരുന്നത് മാ ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, മക്കളെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷർത്തുകൾ ഏതൊക്കെയാണ്? പക്ഷെ എന്തോ നമ്മുടെ നാട്ടില് ആ ചർച്ച വന്നിട്ടേ ഇല്ല, അത് നടന്നിട്ടേ ഇല്ല. എന്നാൽ അതിനെപ്പറ്റി ആരും ഇത് പറയുമ്പം പുതിയ കാര്യങ്ങൾ പറയുന്ന പോലെ, പുതിയ കാര്യം കേൾക്കുന്ന പോലെ കേൾക്കുന്ന ഒരവസ്ഥ ആണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് അപകടമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ശരിക്കും ശുറൂത്തുകൾ, നിബന്ധനകൾ പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് ആത്മാർത്ഥത കുറഞ്ഞത്. ആത്മാർത്ഥത കുറയാന്ന് പറഞ്ഞാൽ ഫുവൈസിഖിന്റെ സ്വഭാവം, എലികളുടെ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച് എങ്ങനെയാണ്? അതായത് മാളത്തുനിന്ന് തല പുറത്തിടും, എന്നിട്ട് കണ്ണുകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കും, ആരെങ്കിലും ഉണ്ടോ ഇല്ലേ. ആരും ഇല്ലാതെ കണ്ടാൽ പുറത്തേക്ക് വരും, ആരുടെങ്കിലും ഒരു അനക്കം കേട്ടാൽ മതി ഉള്ളിൽ പോകും. അതുപോലത്തെ മനുഷ്യന്മാരായി പോയി നമ്മൾ. സൗകര്യമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നഷ്ടങ്ങളൊന്നും സംഭവിക്കാനില്ലെങ്കിൽ വീരിന്റെ കാര്യങ്ങളിലൊക്കെ. ഇനി അതല്ല, സാമ്പത്തിക നഷ്ടം വരുമെന്നോ, അതൊക്കെ കുറച്ച് റാഹത്ത് കേട് വരുമെന്നോ, നഫ്സിന്റെ സുഖം കുറച്ച് നഷ്ടപ്പെടുമെന്നോ എന്നൊക്കെ തോന്നിയാൽ പിന്നെ ദീനിൽ നിന്നും അകന്നു. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം കാത്ത് നിൽക്കുക, എന്തിന്? ദീനിന്റെ നിയമങ്ങൾ പാലിക്കാതിരിക്കാൻ. എ.പി. അബ്ദുൽ ഖാദർ മൗലവി റഹ്മഹുല്ലാഹ് പറയാറുണ്ട്, ഇത്ര പറഞ്ഞു കേട്ടതാ. ചില ആളുകൾ സക്കാത്തിന്റെ മസലകൾ ആവർത്തിച്ച് ചോദിക്കും. ചോദിക്കുന്നത് കേൾക്കുന്ന ആൾക്ക് തോന്നും മാഷാ അല്ലാഹ്, സക്കാത്ത് എങ്ങനെങ്കിലും ഒന്ന് കൃത്യമായി കൊടുത്ത് ഊടാൻ ചോദിക്കുന്നതാണ്. പക്ഷെ ചോദിക്കുന്ന എന്തിനായിരിക്കും? എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ അതിന് രക്ഷപ്പെട്ട് കിട്ടാൻ. അങ്ങനെ ആയിക്കോളാം. അതെന്താ വെച്ചാല് ഹഖീഖത്തൻ ഉള്ളിലിറങ്ങാത്തതിനെ കൊണ്ടാണ്. നമ്മൾ തന്നെ തൗഹീദ് എന്ന വാക്കിന്റെ ലാസ്റ്റ് വാക്കായി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എന്താ? ദാറത്ത് പോകാൻ പാടില്ല, നൂല് കെട്ടാൻ പാടില്ല, ജിന്നുമാനെ കാണാൻ പാടില്ല. ഇതാണ് തൗഹീദ്, ഇതാണ് ശിർക്ക് എന്നും അതിന് മാത്രം ഒതുങ്ങി. അതിന്റെ അപ്പുറത്ത് വ്യക്തി ജീവിതത്തിന് പാലിക്കാനുള്ള നിബന്ധനകള് അറിയാണ്ട് പോയി. അതിലൊന്നാണ് അൽ ഇൽമു. നമ്മൾ പറഞ്ഞു, കൃത്യമായ അറിവ് കലിമത്തു തൗഹീദിനെ പറ്റി ഉണ്ടായിരിക്കണം, അള്ളാഹുവിനെ പറ്റി ഉണ്ടായിരിക്കണം. അൽ മുനാഫി ബിൽ ജഹൽ, അഖീദയുമായി ബന്ധപ്പെട്ട അജ്ഞത ഒരു മുസ്ലിമിന് മുവഹ്ഹിദിന് ഉണ്ടായിക്കൂടാ. അങ്ങനെ അറിയണം, അതിന്റെ ബാക്കിൽ കൂടണം. ചോദിച്ചും പറഞ്ഞും കേട്ടും പഠിച്ചും അങ്ങനെ പോകുന്ന രീതിയിൽ ദുനിയാവെന്ന് പോകണം. രണ്ടൽ യഖീനു, പൂർണ്ണമായ മൂഖിനൻ ബില്ലാഹ്, അത്ര ഉറപ്പുണ്ടാവണം അവൻ അള്ളാഹുവിന് കൊടുത്ത ആ കരാർ. സംശയത്തിന്റെ ലെവൽ ലേശം തൊട്ട് തീണ്ടാതെ. വൽ ഖബൂൽ, ആ ഉറപ്പുള്ളവൻ അത് തെളിയിക്കേണ്ടത് എങ്ങനെയാ? ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്, ഫഹ്മു സഹാബി അനുസരിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ അത് അപ്പടി ജീവിതത്തിൽ അങ്ങ് പകർത്തിക്കൊള്ളണം. അത് തൗഹീദിന്റെ ഭാഗമാണ്. ഞാൻ ജാമത്ത് പോകുന്നില്ല, ഞാൻ ദർഗയിൽ പോകുന്നില്ല, നൂല് കിട്ടുന്നില്ല, പോരാ. ഖബൂലിയത്ത് ഉണ്ടാവണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിയും എന്താണോ അടിമകളോട് പറയുന്നത് അത് അപ്പടി സ്വീകരിക്കാൻ സാധിക്കണം. അല്ലാഹ് പറഞ്ഞതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ സഹീഹായി കിട്ടിയതും സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ ജീവിച്ചു പോകണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. പിന്നെയോ വൽ ഇൻഖിയാദ്, അത് സ്വീകരിച്ചു എന്നതിന്റെ അലാമത്ത് എന്താ? അർപ്പണമാണ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാൽ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. തഫ്സീറിന്റെ ഉലമാക്കൾ പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് എന്താണ് ഞാൻ അർപ്പിക്കേണ്ടത് ചോദിച്ചില്ല. ഏതിലാണ് ഞാൻ എന്റെ ഇസ്തിസ്ലാം കാണിക്കേണ്ടത് അന്വേഷിച്ചില്ല. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാൽ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് ഞാനിതാ അർപ്പിച്ചിരിക്കുന്നു. പിന്നെയാണ് എന്തിനാ അർപ്പിക്കേണ്ടതെന്ന് വന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ
ആ വലിയ 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 പരീക്ഷണങ്ങൾ. വഇദ് ഇബ്തല ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. പക്ക മുവഹിദായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പക്ക മുവഹിദായത് അർപ്പിച്ചപ്പോഴാണ്. നമ്മുടെ പ്രശ്നം എന്താ അറിയോ? സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന പോലെയുണ്ട്, അവസ്ഥകൾക്കനുസരിച്ച് കുറയുന്ന പോലെ, ചിലപ്പോ കൂടും ചിലപ്പോ കുറയും. അത് പറ്റൂല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഫഅതമ്മഹുന്ന, ആ പരീക്ഷണങ്ങളെ അദ്ദേഹം പൂർത്തിയാക്കി എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞെന്താ? ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിം, ഞാനിത് അതിന്റെ മാലോകരുടെ ഇമാമായി നിശ്ചയിച്ചിരിക്കുന്നു. ഇമാമുൽ മുവഹിദീൻ അബുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാന്റെ ഖലീലാക്കി. എന്നിട്ട് അള്ളാന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അനിത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ. ഇബ്രാഹിമിന്റെ മില്ലത്തിനെ ഫോളോ ചെയ്തു. കാരണം എന്താ അറിയോ? നിബന്ധനകൾ പാലിച്ച് തെളിയിച്ച മുവഹിദാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. പ്രിയപ്പെട്ടവരെ, ആ വഴിക്ക് പോവാൻ പറ്റുന്നുണ്ടോ എന്ന് നഫ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകപ്പെട്ടവരാ. നമ്മൾ മരിക്കണ്ട എപ്പോഴായാലും, ഏത് സമയത്തും പോണ്ടി വരുമല്ലോ. പോകുന്ന സമയം നമുക്ക് സ്വന്തം നഫ്സിനോടെങ്കിലും ആത്മാർത്ഥമായി പറയാൻ പറ്റണം, ഞാൻ പക്ക മുവഹിദായിരുന്നു എന്ന്. നഫ്സിനോട് കളവ് പറയില്ല. ഞാൻ നിങ്ങളോട് എന്നെ പറ്റി ചോദിച്ചാൽ എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ നല്ലതേ പറയൂ, ചീത്ത പറയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാതും. എന്നാൽ നമ്മുടെ നഫ്സ് നമ്മളോട് ഒരു കളവും പറയില്ല, സത്യമേ പറയുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക്. നന്മ ഏത് ചീത്ത ഏത് എന്ന് നിങ്ങൾക്ക് അറിയണോ? അറിയണമെങ്കിൽ ഇസ്തഫ്തി ഖൽബക്, നീ നിന്റെ നഫ്സിനോട് ചോദിക്കും. നഫ്സ് പറയും. ഏത് മനുഷ്യനോ മനസ്സിലാവും. നിന്റെ നഫ്സ് പറയാണ് ഇത് നല്ലതാണ് എങ്കിൽ അത് നല്ലതാണ്, നീ ചെയ്തോടെ. നഫ്സ് പറയാണ് എന്ത് ന്യായീകരണം പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളെന്ന് പറയും. എന്തായാലും പമ്പം ശരിയായിട്ട, അത് ഷർറാണ്, അതിനൊഴിവാക്കിക്കോളെ. അൽ ഇൻഖിയാദ്. അതിനുശേഷം അഞ്ചാമത്തെ നിബന്ധനയായി പറയപ്പെട്ടത് അസ്സിദ്ഖു. എന്താണ്? സത്യസന്ധത. അൽ മുനാഫി, അതെന്തിനെതിരായിട്ട്? കളവിനെതിരെ, അല്ലെങ്കിൽ കാപട്യത്തിനെതിരായിട്ട്, നിഫാഖിനെതിരായിട്ട്. സാദിഖായിരിക്കണം മുവഹിദ്, വിശ്വാസത്തിലും വാക്കിലും പ്രവൃത്തിയിലും. അതിന് വിരുദ്ധമായി നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, തൗഹീദ് പൂർണ്ണമായില്ല, ഷഹാദത്ത് പൂർണ്ണമായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലിഫ് ലാം മീം അഹസിബ الناس അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. സൂറത്ത് അൻകബൂത്തിന്റെ ആദ്യത്തെ ആയത്തുകൾ. അഹസിബ الناس, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, അയ്യുത്തറക്കൂ, അവര് വെറുതെ അങ്ങ് വിട്ടുകളയപ്പെടുമെന്ന്. അയ്യഖൂലു ആമന്ന, നമ്മൾ വിശ്വാസികളാണ് എന്നവര് പറഞ്ഞതിനെ കൊണ്ട് വഹും ലാ യുഫ്തനൂൻ, ആ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് പരീക്ഷിക്കപ്പെടാതെ. ഒന്ന് കൂട്ടി പോണേ, പുറത്തേക്കു ശ്രദ്ധിച്ചോളെ. അതായത് ആ പറഞ്ഞത് മനസ്സറിഞ്ഞ് മനസ്സ് തട്ടി പറഞ്ഞാണോ, അതല്ല വെറുതെ നാവുകൊണ്ട് പറഞ്ഞു തള്ളുന്നതാണോ? വഹും ലാ യുഫ്തനൂൻ എന്ന് പറയാൻ. വലഖദ് ഫതന്ന, നബിയേ തീർച്ചയായും നാം പരീക്ഷിച്ചിട്ടുണ്ട്, അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് വന്നവരെ. മുഅ്മിനാണ്, മുവഹിദാണ്, ഞാനിതാ ഷഹാദ തരുന്നു എന്ന് പറഞ്ഞവരെ ആരെയും അപ്പറഞ്ഞത് സത്യസന്ധമായിട്ടാണോ എന്ന് പരീക്ഷിക്കാതെ ഞാൻ വിട്ടില്ല. എന്തിനാ പരീക്ഷിച്ചത്? ഫലയഅലമന്നല്ലാഹു, തീർച്ചയായും അല്ലാഹുവിനറിയാൻ, അല്ലദീന സദഖൂ, ആരാണ് സത്യസന്ധന്മാർ, വലയഅലമന്നൽ കാദിബീൻ, കള്ളന്മാർ ആരാണ് എന്നറിയാൻ. ഒന്ന് നമുക്ക് നമ്മുടെ നഫ്സിനോട് ചോദിച്ചു നോക്കാം, നമ്മൾ കള്ളന്മാരാണോ സത്യസന്ധന്മാരാണോ എന്ന്. വലിയ വിഷയമാണ്. സഹാബാക്കളെ അല്ലാഹു
വളരെ ശക്തമായി പരീക്ഷിച്ചു. അതെന്തുണ്ടറിയോ? നമുക്കിപ്പം നമ്മളുടെ ഷഹാദത്തിന്റെ പരീക്ഷണം വരുന്നില്ലെങ്കിൽ സമാധാനിക്കാൻ കഴിയില്ല. അത് ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയോട് ക്ലാസ്സിൽ ചോദ്യങ്ങളെ ചോദിക്കില്ല, ഓന്റെ നോട്ട്സ് നോക്കലേ ഇല്ല, ഓരോ ഭാഗത്തേക്ക് തിരിയലേ ഇല്ല. അത് ആ വിദ്യാർത്ഥി എന്തായാലും കൊണ്ടായിരിക്കും? പഠിക്കാത്തോണ്ടായിരിക്കും. ഓരോട് ചോദിച്ചിട്ട് കാര്യമില്ല, എഴുതിയിട്ടുണ്ടാവില്ല. അതേ സമയത്ത് അധ്യാപകന്റെ ചോദ്യം മൊത്തം നോക്കിങ്ങോട്ടാ ഫസ്റ്റ് ബെഞ്ചിലെ ആദ്യത്തെ കുട്ടിയോട്. ഒരങ്ങനെ ശ്രദ്ധിച്ചിരിക്കും വേണം. ഫസ്റ്റ് ആള് ചൂണ്ടല് എന്താടാ പറയാ, കാരണം എന്താ ഓൻ അറിയുന്നുണ്ട്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഖീദയെ ടെസ്റ്റ് ചെയ്യല് അള്ളാഹ്ക്ക് അങ്ങനെ തോന്നിയ അടിമയെ പറ്റിയ ഇവൻ സത്യസന്ധനാണ്, സാദിഖാണ്, വെറുതെ പറയുന്നല്ല, കൽബിൽ അറിഞ്ഞു പറയുന്നതാണെന്ന് തോന്നിയാൽ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പരീക്ഷണം തരും. അപ്പൊ പക്ക മുഅ്മിനാകും തോറും കൂടി നമ്മളെന്താ മനസ്സിലാക്കുക? നേരെ ഉൾട്ട. എന്ത് കാര്യം പോയി ഇതെല്ലാം പറഞ്ഞിട്ട് സെൽഫി പ്രസ്ഥാനത്തിൽ വന്ന അങ്ങനെയാവും ഇങ്ങനെയാവും, പൈസ കിട്ടും, ലക്ഷങ്ങൾ വരും, പെട്ടി നിറയെന്നെല്ലാം പറഞ്ഞത്. ഇതൊന്നും ഇല്ലല്ലോ. ഇല്ല. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ അശദ്ദുന്നാസി ബലാഅൻ. എന്താ അശദ്ദുന്റെ അർത്ഥം? കടുപ്പം, അധികമല്ല. ആരാണ് അധികം പരീക്ഷിക്കപ്പെടാനല്ല ചോദ്യം, കുറച്ചേ ഉണ്ടാകും പരീക്ഷ. ആരാണ് കടുപ്പത്തിൽ പരീക്ഷിക്കപ്പെടുക? റസൂലുള്ളാഹി പറഞ്ഞു അൽ അംബിയാ, അംബിയാക്കൾ. എന്നുവെച്ചാൽ എത്ര അടുപ്പമുണ്ടോ അത്ര വലിയ ടെസ്റ്റ് വരും. തായിഫിൽ അള്ളാഹുവിന്റെ റസൂൽ പാസ്സായതാണ്. തായിഫിലെ കഥ വെറും കഥയല്ല, തായിഫിൽ അള്ളാഹുവിന്റെ റസൂൽ പാസ്സായതാണ്. ഈ പറഞ്ഞ ടെസ്റ്റില്, പരീക്ഷയില്. എന്താ പറയുന്നത്? മക്കത്തുനിന്ന് ഗത്യന്തരം ഇല്ലാതെ പാതിരാക്ക് കാൽനടയായിട്ടാ തായിഫിലേക്ക് പോയത്. ഇന്ന് മക്കത്തുനിന്ന് തായിഫിലേക്ക് പോവാൻ 1 മണിക്കൂർ 110 സ്പീഡിൽ ഓടുന്ന ബസ് പോണം. 1 മണിക്കൂർ. അന്ന് ആ ദൂരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മലയും കുന്നും മരുഭൂമിയും താണ്ടി കാൽനടയായി രാത്രിക്ക് രാത്രി 10 ദിവസത്തെ യാത്ര തായിഫിലേക്ക്, അല്ലെങ്കിൽ 7 ദിവസം. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്താ അള്ളാഹ്ക്ക് ഒരു കാറ്റിന്, സുലൈമാൻ നബിക്ക് കാറ്റിന് കൊടുത്ത റബ്ബിന് റസൂലുള്ളാഹി തങ്ങൾ കാറ്റിനെ കൊടുത്തിട്ട് പെട്ടെന്ന് തായിഫിലേക്ക് എത്തിച്ചൂടെ? എത്തിക്കൂല. അള്ളാഹ്ക്ക് അറിയണം പോവോ നടക്കുവോ കഷ്ടപ്പെടുവോ. കാരണം അള്ളാഹ് കർശനായി. എന്നിട്ട് ആദ്യം ചെന്ന് കണ്ടതാണ് ബനു ഹനീഫ ഗോത്രത്തിലെ 3 നേതാക്കന്മാരെ. ഈ നേതാക്കന്മാർ റസൂലുള്ളാഹി തങ്ങളുമായിട്ടുള്ള ബന്ധം എന്താ? അമ്മാവന്മാരാണ്, കാരണോള്. നമ്മൾ പൊതുവെ ഉമ്മാരാങ്ങളമാരായിട്ടില്ല കണക്ഷൻ ഉണ്ടാവുക. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മഷാറ ചെയ്യാനും കച്ചവടത്തെ പറ്റി ചോദിക്കാനും പൈസ കടം വാങ്ങാനും അമ്മാവനോട് വിളിക്കലല്ല പറയാം, കാരണോട്. അത് കണ്ടിട്ട് റസൂല പോയതും ഉമ്മാന്റെ ബന്ധുക്കളാണ്. അവരെന്നോട് റഹ്മ കാണിക്കും. ഗർഭപാത്രത്തിന്റെ ബന്ധമല്ലേ, ആ കാരണം എന്നോട് കാണിക്കും. 3 ആൾക്കാർ 3 വാക്ക് പറഞ്ഞു. ഒന്നാമത്തെ ആള് പറഞ്ഞെന്താ അറിയോ? നിന്നെ റസൂലായിട്ട് അംഗീകരിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ മക്കത്ത് പോയിട്ട് കഅബാലയം പൊതിഞ്ഞിരിക്കുന്ന ആ തുണി പർദ്ദ അത് വലിച്ചു കീറുന്നതാണ്. എന്നാലും എനിക്ക് പ്രശ്നമില്ല, നിന്നെ അംഗീകരിക്കുന്ന പ്രശ്നം. രണ്ടാമത്തെ ആള് പറഞ്ഞു, നീയാണ് നിന്നെ റസൂലായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഈ സ്ഥാന ബഹുമതിയൊന്നും പോലെ, നീ വലിയ റസൂലല്ലേ, കളിയാക്കി. നീ വലിയ റസൂലല്ലേ, അപ്പൊ നിന്റെ ആളാകുമ്പോ ഞാനും അത്ര വലിയ ആളാവണ്ടേ. ഞാൻ അത്ര വലിയ ആളല്ല, അതുകൊണ്ട് ഞാൻ അംഗീകരിക്കാനില്ല, പരിഹസിച്ചു. മൂന്നാമത്തെ ആള് പറഞ്ഞു, നീ അല്ലാണ്ട് വേറെ ആരും ഇല്ലേ മക്കത്ത് റസൂലായിട്ട് അയക്കാൻ? റസൂലുള്ളാഹി തങ്ങളുടെ നെഞ്ചിനാ ഇത് കൊള്ളുന്നു ഈ 3 ആളെ വർത്താനം. അപ്പോഴതെല്ലാം അള്ളാഹ് കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? അള്ളാഹ് എന്താ അറിയേണ്ടത്? നമ്മളാണെങ്കിൽ എന്താ പറയാ, മദീപ്പ ആ പള്ളി പോയപ്പോ തുടങ്ങിയതായി പ്രശ്നം. സലഫി പള്ളിയിൽ ജുമാക്ക് പോവാൻ തുടങ്ങിയപ്പോ തുടങ്ങിയതാ പ്രശ്നം. ഇനി തൽക്കാലം ഞാനില്ല. അവിടെ തന്നെ തൂക്കണം. നമ്മൾ വീട്ടിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. സലഫികളെ ക്ലാസ് കേൾക്കുന്നു, ആദർശം പഠിക്കാൻ തുടങ്ങുന്നു. പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. നമ്മൾ പലരും എന്ത് ചെയ്യും? തകർന്നു പോകും. വേണ്ട, തൽക്കാലം വിട്ടെ. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാസ്റ്റ് പറഞ്ഞു തരും തായിഫുകാരോട്, ഓക്കെ നിങ്ങൾ അംഗീകരിക്കണ്ട, ഞാൻ ഇവിടെ വന്ന കാര്യം നിങ്ങൾ മക്കക്കാരെ അറിയിക്കരുത് പ്ലീസ്, ദയവ് ചെയ്ത്. അവരെന്നെ ജീവിക്കാൻ സമ്മതിക്കൂല. പക്ഷെ ആ കള്ളന്മാരെ അറിയിച്ചു മക്കക്കാരെ. അപ്പുറത്തേക്ക് കടന്നെത്തി അബൂ സുഫിയാന്റെ പാർട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറ്റേന്ന് പ്രഭാതത്തിൽ പോകാൻ വേണ്ടുന്ന ആളാണ്.
തൈഫുകാർ വിട്ടില്ല. മക്കാരും വന്നു, അജണ്ട ഉണ്ടാക്കി, എറിഞ്ഞോടിച്ചാ മതി. അങ്ങനെ നമുക്ക് കഥ പറയാൻ നിങ്ങൾ ഒളവണ്ണ മാർക്കറ്റിൽ ഇവിടെ ഈ റോഡില് നിങ്ങളിൽ ഒരാളെ മുവഹിദായതിന്റെ പേരിൽ ഒളവണ്ണയിലെ കുട്ടികൾ കരിങ്കല്ലെടുത്ത് എറിഞ്ഞിട്ട് ഓടിക്കുന്ന കാഴ്ച ഒന്ന് മനസ്സിൽ കണ്ടോക്കെ. കരിങ്കല്ല് പോട്ടെ, ആൾക്കാരെ മുമ്പിൽ നിന്ന് ഛേ എന്ന് മുഖം നോക്കിയിട്ട് പറഞ്ഞുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മളെ കുടുംബം, നമ്മളെ തറവാട്, നമ്മളെ പേര്, പെരുമ, പ്രശസ്തി, നമ്മളെ മക്കള്, മോളെ കെട്ടിച്ച വീട്ടുകാര്, മോൻ കെട്ടിയ വീട്ടുകാര്, ഇവരെല്ലാം കണ്ടു കേട്ടോണ്ട് നിൽക്കുമ്പോ എന്തായിരിക്കും മാനസികാവസ്ഥ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുകയാണ് സ്വന്തം ഉമ്മാന്റെ കുടുംബക്കാരെടുത്ത് നിന്ന്. ഏറുകൊണ്ട് ഇന്നും തായിഫിൽ ചെന്നാൽ ഓട്ടം തുടങ്ങിയ സ്ഥലം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാലില എറിഞ്ഞത്, കാല് പൊട്ടി ചോര ഒഴിച്ചൊഴുകി ബോധം കെട്ടിട്ട് വീണു തായിഫിൽ. കൂടെ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം കഥ പറയാണ്, ഏറ് വരുന്ന എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, റസൂലുള്ളാഹിന്റെ മേത്താ ഏറുകൊണ്ടെന്ന്. ഞാൻ മുമ്പിൽ വന്ന് തടയാൻ നോക്കി, എന്റെ തലയിൽ ഏറുകൊണ്ട് പൊട്ടി ചോര ഒഴിച്ചു. റസൂലുള്ളാഹി തങ്ങൾ വീണ് കിടക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കാലിൽ നിന്ന് ഞാൻ രക്തം തുടക്കും, മറ്റേ കൈ കൊണ്ട് എന്റെ തലയിൽ നിന്ന് രക്തം തുടക്കും. എന്തിനാ ഇത് എന്തിനാ ഇങ്ങനെ? എന്തിനായി കഷ്ടപ്പാട്? എന്തിനായി പ്രയാസം? നമുക്കിതൊന്നും, നമ്മൾക്ക് നാടോടുമ്പോ നടുവ് ഓടണം, റസൂലുള്ളാഹി വഴിക്കോടാൻ നമ്മൾ കിട്ടൂല. നിങ്ങൾ എന്ത് വായി 6-ാം നൂറ്റാണ്ടിന്റെ കഥയെ മതിയിട്ട് ഇപ്പോഴത്തെ ആൾക്കാരെ ഇങ്ങനെ ആക്കുന്നത്? സലഫികളാ പറയുന്നത്, തൗഹീദിന്റെ ആൾക്കാരെ പറയുന്നത്. 6-ാം നൂറ്റാണ്ടിന്റെ കഥയും പറഞ്ഞിട്ട് ഇപ്പം അല്ല പുതിയ കാലമല്ലേ, അതിനനുസരിച്ച് എന്ത് പറയണ്ടേ? ദീൻ പറയണ്ടേ? അതെങ്ങനെയപ്പ അതിനനുസരിച്ച് ദീൻ മാറുക? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധം കെട്ട് വീണ കാഴ്ച റുതുബയും ശൈബയും, ആര്? ജന്മശത്രുക്കള് മക്കത്തെ. റുതുബ, ശൈബ രണ്ടാളുടെയും മുന്തിരിത്തോട്ടത്തിലാണ് വീണ് കിടക്കുന്നത്. കിടപ്പ് കണ്ടപ്പോ ശത്രുക്കളായ ഇവരുടെ മനസ്സലിഞ്ഞു പോയി. അവർ അടിമനെ വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് മുന്തിരി എടുത്തിട്ട് കൊണ്ടേ കൊടുക്കുക, നമ്മളെ നാട്ടുകാരനാണ്. കൊണ്ടുവന്ന് കൊടുത്തു. തട്ടി വിളിച്ചു, എണീച്ചു. ആ പാത്രത്തിൽ നിന്നൊരു മുന്തിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തപ്പോൾ പറഞ്ഞു, ബിസ്മില്ലാ. ഇത് കൊണ്ടേ കൊടുത്ത ആളെ പേരെന്താ അറിയോ? അജാസ്. അജാസ് ഇന്നങ്ങോട്ടായി ഇപ്പം പിള്ളേർ ഉപ്പാന്റെ മോളാണ്. അജാസ് ചോദിച്ചു, നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞത്? ഇവിടെ ആരും ഇത് പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. കാരണം മക്കാർ ഇത് പറയില്ല, ബിസ്മില്ലാ പറയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് അജാസ് ഇത് ചോദിച്ചപ്പോ ആരും ചോദിക്കാതെ ചോദിച്ചു, മൻ അൻത വമാ ദീനുക്, നീ ആരാ, നിന്റെ ദീൻ ഏതാ? അന അജാസ് വഅന നസ്റാനിയുൻ, ഞാൻ അജാസാണ്, ഞാൻ നസ്റാനിയാണ്. മിൻ നീനാവ, നീനാവക്കാരനാണ്, യൂനുസ് നബിയുടെ നാട്ടുകാർ. നീനാവ എന്ന് കേട്ടപ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഓ എന്റെ സഹോദരൻ യൂനുസ് ബിൻ മത്താന്റെ നാട്ടുകാരനാണോ? അജാസ് പറഞ്ഞു, നിങ്ങൾക്ക് യൂനുസിനെ അറിയാം? അജാസ് ഇഞ്ചീലി വായിച്ച ആളാണ്, യൂനുസ് നബിന്റെ കഥ അറിയാം, മക്കൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, യൂനുസ് ഒരു നബിയായിരുന്നു, ഞാൻ ആ യൂനുസിന്റെ സഹോദരൻ മുഹമ്മദാണ്, എന്നെ അല്ലാഹു റസൂലായി നിയോഗിച്ചിരിക്കുന്നു. അജാസിന്റെ സമനില തെറ്റി. കാരണം അജാസ് ഈ ഇഞ്ചിയിൽ ഇത് വായിച്ചിട്ട് ആളെ കാത്തിക്കുകയാണ്, അള്ളാഹു എത്തിക്കുന്നുണ്ടോ. മുന്തിരിപ്പാത്രം അവിടെ വെച്ചു, അള്ളാഹുന്റെ റസൂലിന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നു, തലയിൽ ചുംബിക്കുന്നു, കാലിൽ ചുംബിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഉത്തുബ പറഞ്ഞ ഷൈബയോട്, മുഹമ്മദ് ഇവിടെ വന്നിട്ട് നിന്റെ അടിമനെയും പിഴപ്പിച്ചു, നിന്റെ അടിമയും പിഴച്ചുപോയി. അദാസ് മുസ്ലിമായി. അള്ളാഹുന്റെ റസൂൽ ആ സെക്കൻഡിൽ കൊണ്ട ഏറിന്റെ വേദന മറന്നുപോയി. കാരണം ഒരാൾക്ക് ഹിദായത്ത് കിട്ടി. ഇന്നും ആ തോട്ടം അവിടെ ഉണ്ട്. ആ തോട്ടത്തിൽ അന്ന് അദാസ് മുസ്ലിമായി അവർ നിസ്കരിച്ച സ്ഥലത്ത് മസ്ജിദ് അദാസ് എന്ന പേരിൽ ഒരു പള്ളിയുണ്ട് തായിഫിൽ. അത് സൗദികൾ ഗവൺമെന്റ് മതിൽ കെട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവിടെ. സമാധാനമായി റസൂലുള്ളാഹി. ഒരാൾ ഹിദായത്തിലായി. തിരിച്ചു പോകുന്ന വഴി സെയ്ദ് ഇബ്നു ഹാരിസ പറയാണ്, പാസ്സായി, ടെസ്റ്റിന് പാസ്സായി, തിരിച്ചു പോവാൻ. പാസ്സായാൽ എന്ത് കിട്ടണം? സമ്മാനം കിട്ടണ്ടേ? രാത്രി പോവാണ്. സെയ്ദ് പറയുന്നു, നല്ല ഇരുട്ടുള്ള രാത്രി, കുറെ യാത്ര ചെയ്തു. എന്നോട് റസൂലുള്ളാഹി പറഞ്ഞു, സെയ്ദേ എനിക്കൊന്ന് നിസ്കരിക്കണം. പാതിരാക്ക് ഒരു സ്ഥലത്ത് തുണി വിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. ഞാൻ നോക്കുമ്പോൾ ആ ഭാഗത്ത് ഇരുട്ട് ശക്തമായതുപോലെ.
നല്ല കട്ട ഇരുട്ട് വന്ന പോലെ. അതെനിക്ക് മനസ്സിലായി. നിസ്കാരം കഴിഞ്ഞപ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സെയ്ദേ, ഞാൻ നിസ്കരിച്ചുകൊണ്ടിരുന്ന നിസ്കാരം കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയപ്പം മേഘം എന്നെ വന്ന് മൂടിയത് ഞാൻ കണ്ടു. അതിനിടയിൽ ജിബ്രീലിനെയും കൂടെ മറ്റൊരു മലക്കിനെയും ഞാൻ കണ്ടു. ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹാദാ മലക്കുൽ ജിബാൽ. ഇതെന്റെ പോലെ ഉള്ളത് പർവ്വതങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് എന്റെ പരം ഭൂമിയിലേക്ക് വരുന്നത്. സല്ലിം, മലക്കിനോട് പറഞ്ഞു, സലാം പറ റസൂലിന്. അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കി. മലക്കുൽ ജിബാൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹു അങ്ങയുടെ അനുവാദം ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നോട്, അള്ളാഹ് ചോദിക്കുന്നതല്ല, എന്നോട് അങ്ങയുടെ അനുവാദം ചോദിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ബൈനൽ അഖ്ശബൈൻ, ഈ മലകൾക്കിടയിൽ തായിഫുകാരെ അങ്ങ് ഞെരിച്ചിട്ട് ഇല്ലാണ്ടാക്കി കളയാം. നിങ്ങൾ ടെസ്റ്റിൽ പാസ്സായി, പക്ഷെ നിങ്ങൾ എറിഞ്ഞോരോ തോറ്റു തുന്നം പാടിയിട്ടുള്ള അള്ളാന്റെ അടുത്ത്. വേണമെങ്കിൽ 2 മലകൾക്കിടയിൽ നശിപ്പിച്ചു കളയാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ. നമ്മളെ സ്വഭാവം എവിടെ കിടക്കുന്നു? മുഹമ്മദ് മുസ്തഫ എവിടെ കിടക്കുന്നു? നമ്മൾ മൊബൈലിലൊരു നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കമന്റ് ആരെങ്കിലും ഇട്ടാൽ മതി, തെറിച്ചില്ല, പൊട്ടിത്തെറിച്ചില്ലേ? എന്തെല്ലാം പ്രശ്നമായി. നോട്ടീസ് നമ്മളെ പേരൊന്ന് താഴോട്ട് വന്നാൽ മതി, കഥ കഴിഞ്ഞില്ലേ? സമ്മേളനത്തിൽ എന്താ ജനറൽ സെക്രട്ടറിയായിട്ട് എന്റെ പേര് താഴെ, മറ്റോന്റെ പേര് മുകളില്. റഹ്മത്തുൽ ലിൽ ആലമീൻ പറഞ്ഞെന്താ അറിയോ? അല്ലാഹുവേ, അഷ്കു ഇലൈക ദുഅഫ ഖുവതി വഖില്ലത ഹീലതി, എന്റെ ബലഹീനതയും എന്റെ തന്ത്രമില്ലായ്മയും എൻ്റെ അറിവില്ലായ്മയും ഞാൻ നിന്നോട് പരാതിപ്പെടുന്നു. അവരൊന്നും ചെയ്യണ്ട. പിന്നീട് എപ്പോഴെങ്കിലും അവരുടെ സുൽബിൽ നിന്ന്, അവരുടെ മുതുകിൽ നിന്ന് വരുന്ന ബീജത്തിൽ നിന്ന് ആരെങ്കിലും മുവഹദികളായാൽ എനിക്കത് മതിയാകും റബ്ബേ, ഒന്നും ചെയ്യേണ്ടതില്ല. ഡബിൾ പാസ്. അല്ലാഹു റസൂലിന് ഡബിൾ പാസ്. തായിഫിന്ന് ജയിച്ച് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ചോദിക്കാണ്, റബ്ബ് എന്താ ചെയ്യേണ്ടത്? വേണ്ട റബ്ബെ, വിട്ടോളൂ, ഞാൻ പോയിക്കോളാം. ആ പോക്ക് പോയി കാബന്റെ മുമ്പ് കിടക്കുമ്പോഴാണ് ജിബ്രീൽ വരുന്നത്. ഞാൻ റസൂലല്ലാഹ് ഒരുങ്ങിക്കോളി. എന്തിനാ? യാത്രയുണ്ട്. എങ്ങോട്ട്? 7 ആകാശത്തിന്റെ അപ്പുറത്തേക്ക്. അത് തായിഫിന്റെ പരീക്ഷയിലെ സമ്മാനമായിട്ട് കിട്ടിയതാണ് ഇസ്രാ മിഅ്റാജ്. നമ്മൾക്കാണ് അങ്ങനത്തെ ഇത് വന്നതെങ്കിലോ? എൻ്റെ അടക്കാവസ്ഥ ഞാൻ ഈ പറയുന്നു. ഫേസ്ബുക്കിൽ ഒരു കമന്റ് ആരെങ്കിലും മോശമായി നമ്മളെ പെട്ടി ഇറ്റാൽ മതി, എല്ലാം നിർത്താം, പ്രസംഗം വേണ്ട, പരിപാടിയും വേണ്ട, എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു കമന്റ് കേട്ടാൽ മതി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച കഥയായി പറഞ്ഞ്, ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു, അല്ലാഹുക്ക് അറിയണം ആരാണ് സത്യസന്ധന്മാർ, വലയഅലമന്നൽ കാദിബീൻ, ആരാണ് കള്ളന്മാർ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സത്യസന്ധമായിട്ടാണോ ഉൾക്കൊണ്ടത്, അതല്ല വെറുതെ കള്ളത്തരത്തിന് വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് അല്ലാഹു ദിവസം അൽ അംബിയ, ആദ്യം പരീക്ഷിക്കപ്പെടുക അംബിയാക്കളാണ്, നബിമാരാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് പരീക്ഷണം താങ്ങാൻ പറ്റാണ്ട് പറഞ്ഞുപോയി, ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയാ. അല്ലാഹുവേ, ഞാൻ നിന്റെ റസൂൽ, ബനൂ ഇസ്രായേലിന്റെ നേതാവ്, അപ്പുറത്ത് ഫറോവ നിന്റെ ശത്രു, ഞാൻ റബ്ബാന്ന് പറയുന്നു, നീ എല്ലാം കൊടുത്തതോനാണ്, എനിക്കൊന്നും തന്നിട്ടില്ലോ. ആതൈത ഫിർഔന വമലഅഹു, ഫിർഔനും അവന്റെ ആൾക്കാർക്കും നീ കൊടുത്തു, സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയാ, എല്ലാ സമ്പത്തും സുഖവും സൗകര്യവും ദുനിയാവ് മൊത്തം അവരുടെ കൈമല്, എനിക്കൊന്നുമില്ല. റബ്ബന തുമിസ് അലാ അംവാലിഹിം, അവരുടെ സമ്പത്ത് നീ നശിപ്പിക്കണേ ദുആ ചെയ്തു പോയി മൂസാ നബി. നമ്മുടെ റസൂലുള്ളാഹി പറഞ്ഞില്ല. മുഹമ്മദ് റസൂലുള്ളാഹിന്റെ വില എവിടെയാണ്? അത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ച് 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 മടുത്തു. ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാത്രിയും വിളിച്ചു, പകലും വിളിച്ചു. അസ്റർതു ലഹും ഇസ്റാറ, രഹസ്യമായിട്ടും വിളിച്ചു, പരസ്യമായിട്ടും വിളിച്ചു, ഒറ്റക്ക് പോയിട്ട് കണ്ടു, കൂട്ടത്തിൽ പോയിട്ട് കണ്ടു. വരുന്നില്ല റബ്ബേ, ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യറ, മതി, ഇവനൊന്നും ദുനിയാവിൽ ജീവിക്കാൻ തന്നെ അർഹതയില്ല, നശിപ്പിച്ചേക്കുന്ന എല്ലാ കാഫിരീങ്ങളെയും. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതും പറഞ്ഞില്ല. സ്വന്തത്തിന്റെ കഴിവ് കേടാന്നും പറഞ്ഞ അല്ലാഹുവോട് സമ്മാനം ഏറ്റുവാങ്ങിയ ആളാണ് സാദിഖായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിന്റെ വാക്യം എന്താ? സുമ്മൽ അംസലു ഫൽ അംസൽ, ദീനിനോട് പിന്നെ ഈമാനിലും തൗഹീദിലും ഷഹാദയിലും ആർക്ക് കൂടുമോ അതിനനുസരിച്ചുള്ള
പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സഹാബത്തും അനുഭവിച്ചു, പക്ഷെ അവരൊക്കെ ജയിച്ചു പോയി. വമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യന്തദിർ. ആ ഒരു നൽകപ്പെട്ട ഊഴം പൂർത്തിയാക്കിയ ചില ആളുകൾ, വമിൻഹും മൻ യന്തദിർ, പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകൾ. നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതാണ്. അവിടെ നഫ്സിനോട് ചോദിക്കണം, ഞാൻ സാദിഖാണോ അതല്ല കാദിബാണോ? വിശ്വാസത്തിൽ സത്യമായിരിക്കണം. പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിന്റെ ഉള്ളിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അല്ലാഹുവിന്റെ പ്രയോഗം മനസ്സിലാക്കണേ നബിയെ. ഇദാ ജാഅകൽ മുനാഫിഖൂൻ, കപടവിശ്വാസികൾ നിങ്ങളുടെ അടുക്കൽ വരും. ഖാലൂ, എന്നിട്ട് അവർ പറയും, നശ്ഹദു, നമ്മളിതാ ഷഹാദ പറയുന്നു. എന്ത്? അന്നക റസൂലുള്ളാഹ്, തങ്ങൾ അല്ലാഹുവിന്റെ, വല്ലാഹു യഅലമു അന്നക ലറസൂലുഹു, നബിയെ അല്ലാഹുക്ക് അറിയാം നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്. അവർ പറയേണ്ട കാര്യമില്ല. അവര് പറഞ്ഞതിനെ കൊണ്ടല്ല നിങ്ങൾ റസൂൽ, എനിക്കറിയാം അത്. പക്ഷേ അവരാ പറഞ്ഞത് കൊണ്ടാണ് വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അവരുടെ ഖൽബിലില്ല, കളവ് പറഞ്ഞതാണ്. നമുക്ക് ആരെയും വിലയിരുത്താൻ കഴിയില്ല, ആരെയും പറ്റിയും അഭിപ്രായം നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് നമ്മളെ അറിയാം. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام. ഞങ്ങൾ ചില ആളുകളുണ്ട്, അവരുടെ വർത്താനം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു. അല്ലാഹുവേ പുറത്താറുണ്ട്. ഇങ്ങനെ അവരെ വർത്താനം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. വർത്താനത്തിൽ അവര് പക്കാ മുവഹിദുകൾ, പക്കാ മുഅ്മിൻ, ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളെന്ന് പറയുന്ന പോലെ. അല്ലാഹു പറയാൻ, വയശ്ഹദുല്ലാഹ അലാ മാ ഫീ ഖൽബി, അവൻ അല്ലാഹുവിനെ പറ്റിക്കാൻ നോക്കുന്നു. അവന്റെ ഉള്ളല്ല അറിയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹിന്റെ മുമ്പിൽ ഇവൻ എന്ത് പറയാ? എന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട് എന്ന് കളവ് പറയാൻ. അള്ളാഹിന്റെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അള്ളാഹിന്റെ മുമ്പിൽ വെറുതെ നാവുണ്ട്, അല്ല എന്റെ ഉള്ളിൽ ഉണ്ട് എന്നോ കളവ് പറഞ്ഞുകൊണ്ടിരിക്കാൻ. അലദ്ദുൽ ഖിസ, അനാവശ്യമായി തർക്കിക്കുന്നവൻ. ഉള്ളു വേറെ പുറത്ത് വേറെ. അല്ലാഹു കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിഫാഖ് രണ്ട് തരത്തിലുണ്ട്. നിഫാഖുൻ ഇഅ്തിഖാദി, നിഫാഖുൻ അമലി. അമലിൽ വരുന്ന നിഫാഖ് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നല്ല. പക്ഷെ ഇഅ്തിഖാദിൽ വരുന്ന നിഫാഖ് ഷഹാദത്തിനെ ബാധിക്കുന്ന നിഫാഖാണ്. അതാണ് ഈ പറഞ്ഞ മുനാഫിഖീങ്ങൾ. പുറമെ എല്ലാം ഓക്കെ, പക്ഷെ ഉള്ളിൽ ഒരു താല്പര്യമില്ല, ഉള്ളിൽ വെറുപ്പ്. കട്ടവന്റെ കൈ എന്ത് വയും. അങ്ങനെ പുതിയ കാലത്ത് എന്ത് വെട്ടി എന്തെങ്കിലും ഇസ്ലാമിനെ കുറ്റം പറഞ്ഞു കൊടുക്കുക, അന്നേരം വെട്ടണം എന്ന് പറയുന്നു. താല്പര്യക്കുറവ്. ആ നിയമം ശരിയല്ലപ്പ. പുതിയ കാലത്തിന് ആ നിയമം ചേരൂല. ആരുടെ നിയമം? അള്ളാന്റെ നിയമം. ആരുടെ നിയമ പുതിയ കാലത്തിന് ചേരാത്ത? അള്ളാന്റെ നിയമോ? ലാ തസുബ്ബു ദഹർ ഇന്നമാ അന ദഹർ. കാലഘട്ടം അള്ളാഹുവിന്റെ മഖ്ലൂഖാണ്. ഈ കാലം അള്ളാഹു ആണല്ലോ ഈ മാറ്റി മറിച്ചു കൊണ്ട് നിൽക്കുന്നത്. നിയമം ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. അള്ളാഹ് ഉണ്ടാക്കിയൊരു നിയമത്തോട് നമുക്കൊരു പുച്ഛം. പക്ഷെ പുറമെ മുവഹിദ്. കഷ്ടകാലം നമ്മൾ തെറ്റാണ്, പറയാൻ പാടില്ല ശരിക്കും. നമ്മൾ നോക്കിയാൽ അള്ളാഹുവിന്റെ നിയമത്തെ വെല്ലുവിളിക്കുന്ന അടിമന്റെ കഥ എന്താ? അള്ളാഹ് പാസാക്കിയ നിയമം അത് ഈ കാലത്ത് ശരിയല്ല. അപ്പൊ അള്ളാഹ് ഈ കാലത്തിനൊന്നും അറിയുന്നില്ല. അള്ളാഹുവിന് ഒരു ഹിക്മത്തും ഇല്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം ചില വർത്തമാനം പറയുമ്പം. നാവുകൊണ്ട് പറയുന്ന കാര്യം നിങ്ങൾ നോക്കിയ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ അംറ് ഏതാ? ഖുർആനിൽ അവാമിറുണ്ടല്ലോ, കൽപ്പനകൾ. ആദ്യത്തെ കൽപ്പന ഏതാ? അഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും. ലാസ്റ്റ് വലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അതിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കിയ അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാഹു ഉദ്ധരിച്ചു ഇബ്നു അബ്ബാസിന്റെ ഒരു ഖൗല്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഒരാൾ ഇങ്ങനെ പറയാൻ, ലൗലൽ ബത്തതു. എന്താ ബത്ത്? താറാവ്. സാധാ താറാവല്ല. പണ്ട് കാലത്ത് പട്ടികൾക്ക് പകരം വീട് കാവലിനായി
പോറ്റുന്നൊരു താറാവുണ്ട്. ഇപ്പോഴും അതുണ്ട്. അതിന്റെ പേരെന്താ? അരയൻ തന്നെ. ഈ അന്യന് പുറക്കേക്ക് വന്നാൽ ഓടിക്കും. ഒരു ചോന്ന കൊക്കുള്ള കുറച്ച് തടിച്ചിട്ടുള്ള ആ സാധനം. അത് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നലെ വീട്ടിൽ കള്ളം കയറിയേനെ എന്നൊരാൾ പറഞ്ഞാൽ ജഅല ലില്ലാഹി നിദ്ദൻ, അവർ അള്ളാഹുവിന് പകരക്കാരനെ ആക്കിയിരിക്കുന്നു. ഇബ്നു അബ്ബാസിന്റെ തഫ്സീറാണ്. അപ്പൊ ഒരു മുവഹിദ് വർത്താനം പറയുമ്പോൾ എത്ര ശ്രദ്ധിക്കണം. സംഭവം പറഞ്ഞത് സംഭവം ശരിയാണ്. അബദ്ധനെ കാവൽ നിർത്തി, അതുകൊണ്ട് ആ കാവലുള്ളത് കൊണ്ട് കള്ളം വന്നില്ല. പക്ഷെ ഒരു മുവഹിദ് പറയുമ്പം അതിനെ കാരണമാക്കി അള്ളാഹു സംരക്ഷണം തന്നതുകൊണ്ട് കള്ളം കയറിയിട്ട, അങ്ങനെയേ മുവഹിദ് പറയാവൂ. മുവഹിദിന്റെ നാവുന്ന അങ്ങനത്തെ വർത്താനമേ പറയാവൂ. അള്ളാഹു അതാണ് ഇഷ്ടപ്പെടുന്നത്. അവിടെ ഒരു സഹാബി യാ റസൂലുള്ളാഹ് മാഷാ അല്ലാഹു വശിഅത, അള്ളാഹുവും നിങ്ങളും ഉദ്ദേശിച്ചാൽ. റസൂലുള്ളാഹി ചോദിച്ചെന്താ? അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ അള്ളാഹ്ക്ക് പകരക്കാരനാക്കുകയാണോ? ഖുൽ മാഷാ അല്ലാഹു സുമ്മ ശിഅത, അങ്ങനെ പറയാൻ പാടുള്ളൂ. വാക്കുകൾ വരെ ശ്രദ്ധിക്കണം. കാരണം ഉള്ളു പൊള്ളയാണെങ്കിൽ ഇങ്ങനത്തെ വർത്താനം വരിക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, വന്നുപോയി അള്ളാഹു മാപ്പാക്കട്ടെ. ശിർക്ക് വരാതിരിക്കാനുള്ള ദുആ ഏതാണെന്നറിയോ? നമുക്ക് ശൈത്താൻ നമ്മളെ പറ്റിക്കാൻ എന്താ അറിയോ? എത്ര കൊല്ലായി നമ്മളെ പ്രസ്ഥാനത്തിൽ? നിങ്ങളൊക്കെ പണ്ട് അതിൻ്റെ അയ്യത്തങ്ങൾ ലയിച്ചു വന്ന ആൾക്കാരായിരിക്കും. ശൈത്താൻ വന്നിട്ട് പറയും നമ്മളോട്, നീ കഴിച്ചോണ്ട് കേട്ടോളെ, സമയം കുറവാ. ശൈത്താൻ പറയും, നിങ്ങളെത്ര കൊല്ലായി പോയി തൗഹീദിലായിട്ട്, എന്തെല്ലാം കഷ്ടപ്പെട്ടു പ്രയാസപ്പെട്ടു. ഇവിടെ ഒരാൾ പോലും ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ കഷ്ടപ്പാടും പ്രയാസവും കൊണ്ട് പള്ളിയായി, മദ്രസയായി, കുടുംബങ്ങളായി. നിങ്ങളതിന് പേടിക്കാനില്ല. നിങ്ങളങ്ങനെ ശൈത്താൻ പിടിക്കൊന്നുമില്ല, അങ്ങനെ ശിർക്ക് ചെയ്തു പോകുന്നില്ല എന്ന അനാവശ്യമായ ഒരു ഉറപ്പ് ശൈത്താൻ മനസ്സിലിട്ടേക്കും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ ഒരു ദുആ പറയുന്നുണ്ട്. വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, വജ്നുബിനി എന്നെ നീ തടയണം, വബനിയ എന്റെ മക്കളെയും, അൻ നഅബുദൽ അസ്നാം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ട്. ഉലമാക്കൾ പറഞ്ഞു, അള്ളാന്റെ ഖലീലായ ഇബ്രാഹിം നിർഭയനല്ലെങ്കിൽ പിന്നെ ആർക്കാണ് നിർഭയനാവാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമുഹു വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലമുഹു. ശിർക്ക് വരാണ്ടിരിക്കാനുള്ള ദുആയാണ്. അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ, നിന്നോട് എന്തിനെങ്കിലും ഒന്നിനെ ശിർക്കാക്കി പോകുന്നതിനെ തൊട്ട്, അഅലമുഹു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനെ തൊട്ട് കാവൽ തേടുക. വഅസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, ലിമാ ലാ അഅലമുഹു, അറിയാണ്ട് വന്നു പോകുന്നതിനെ തൊട്ട്. ഈ അറിയാണ്ട് വന്നു പോകുന്നതാണ് ചിലപ്പം വാക്കിലൂടെ വരുന്ന ശിർക്കിന്റെ വാചകങ്ങൾ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ട് പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, തൗഹീദ് അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ അള്ളാഹുവിന് കൊടുത്ത കരാറ് പൂർത്തിയാവാൻ ആ വിഷയത്തിൽ നമ്മൾ സത്യസന്ധനാണോ, സാദിഖാണോ അല്ലെങ്കിൽ കാദിബാണോ എന്നതിനെ പറ്റി ചിന്തിക്കണം, സാദിഖാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുത്തഫഖുൻ അലൈഹി ഹദീസാൻ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹു അലൻ നാർ. ആരെങ്കിലും തന്റെ ഖൽബിൽ നിന്ന് സത്യസന്ധമായി എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ എല്ലാ മേഖലകളിലും ദീനിന്റെ എല്ലാ മേഖലകളെയും സംരക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഷഹാദത്ത് കൊടുത്താൽ ഇല്ലാ ഹറമഹു അലൻ നാർ, നരകത്തിന് അവന്റെ ശരീരം ഹറാമാവാതിരിക്കുകയില്ല. നരകത്തിന് ഹറാമാക്കിയാൽ പിന്നെ ശരീരത്തിന് എങ്ങോട്ടേ പോകാനുള്ളൂ? സ്വർഗത്തിലേക്ക്. സാദിഖായ മുവഹിദാണെങ്കിൽ. അതുകൊണ്ട് ഇഅ്തിഖാദിൻ നിഫാഖ് വരാതെ ശ്രദ്ധിക്കണം. വിശ്വാസപരമായി മനസ്സിലൊന്നും
പുറത്തു വേറുന്നു. അമലിലുള്ള നിഫാഖ് അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന നിഫാഖ് അല്ല, പാപകരമാണ്. ആയത്തുൽ മുനാഫിഖി സലാസ് ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ് വഇദാ ഉത്മിന ഖാൻ. മറ്റൊരു റിവായത്തിൽ വഇദാ ഖാസമ ഫജർ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന് ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയാം, അല്ലാഹു കാക്കട്ടെ. വഇദാ വഅദ അഖ്ലഫ്, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. ഏറ്റവും അധികം അറിയോ പ്രാസംഗികന്മാരാണ്. ഡേറ്റ് തന്നിട്ട് പിന്നെ ഫോൺ എടുക്കൂല. വഇദാ വഅദ അഖ്ലഫ് വഇദാ ഉത്മിന ഖാൻ, വിശ്വസിച്ചാൽ വഞ്ചിക്കും. മൂന്നെണ്ണം. മറ്റൊരു റിവായത്തിൽ വഇദാ ഖാസമ ഫജർ, തർക്കിച്ചാൽ പിണങ്ങും. തർക്കങ്ങൾ ഉണ്ടാവും മുഅ്മിനീങ്ങൾ തമ്മിൽ, പക്ഷെ എന്തുണ്ടാവില്ല? പിണക്കം ഉണ്ടാവില്ല. തർക്കം മനുഷ്യന്റെ സ്വഭാവമാണ്. ചില ആൾക്കാർക്ക് ദേഷ്യം കൂടുതലുണ്ടാവും, പക്ഷെ അവർ പിണങ്ങൂല. ഇതാണ് അമലിയായ നിഫാഖ്. ഈ സ്വഭാവം ഉള്ളവന്റെ പേരാണ് മുനാഫിഖ്. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, അതായത് കളവ് പറയുക, വിശ്വാസവഞ്ചന കാണിക്കുക, വഅദ ചെയ്യുക, വാക്ക് പാലിക്കാതിരിക്കുക, പിണങ്ങിക്കുക, ഇതൊക്കെ അമലിലുള്ള നിഫാഖാണ്. ഇത് വന്നാൽ പാപിയാണ്, ഇസ്ലാം ഒന്നും പുറത്താവൂല. എന്നാൽ ഇഅ്തിഖാദിൽ നിഫാഖ് വന്നാൽ വിശ്വാസപരമായി ഉള്ളിലെല്ലാം അറിയാം. ഉള്ളില് ഖാലല്ലാഹിനോട് വെറുപ്പ്, ഖാല റസൂലുള്ളാഹിനോട് വെറുപ്പ്, തൗഹീദിനോട് വെറുപ്പ്, ഇങ്ങനൊന്നും വേണ്ട എന്നുള്ളൊരു ചിന്താഗതി. പുറമെ നോക്കുമ്പോൾ വർത്താനത്തിന് ഭയങ്കരമായ ആള്. ഇത് ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്ന നിഫാഖാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇതിന്റെ ആവശ്യം എനിക്കില്ല. ഖാദിബിന്റെ ആവശ്യമില്ല, സാദിഖിന്റെ ആവശ്യമാണ് അള്ളാഹുവിനുള്ളത്. എന്ന് മാത്രമല്ല, നമ്മൾ അള്ളാഹുവിനോട് അങ്ങോട്ട് കാണിക്കുന്ന സത്യസന്ധതക്കനുസരിച്ച് അള്ളാഹിന്റെ പെരുമാറ്റം ഇങ്ങോട്ടുണ്ടാകും. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. മുനാഫിഖീങ്ങൾ അള്ളാഹിനെ വഞ്ചിക്കാണ്, ഉള്ളിലൊന്നും മറച്ചു വെച്ചിട്ട് പുറമെ ചതി കാണിക്കാണ്. പക്ഷേ വഹുവ ഖാദിഉ, അതിന്റെ പകരം അതേ നാണയത്തിൽ തിരിച്ച് അള്ളാഹു കൊടുക്കും. അത് ആഖിറത്തിലായിരിക്കും. എവിടെയാണ് ആ സന്ദർഭം? എവിടെയാണെന്നറിയോ? പിന്നെ മുഅ്മിനീങ്ങൾ അവരുടെ പ്രകാശവും കൊണ്ട് ആഖിറത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്ന വഴി, കൂട്ടത്തിൽ ആരുണ്ടാവും? പുറമേ ഈമാൻ നടിച്ച മുനാഫിഖീങ്ങൾ ഉണ്ടാവും. കുറെ എത്തുമ്പം ഫദുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ് ബാത്തിനുഹു ഫീഹി റഹ്മ വദാഹിറുഹു മിൻ ഖിബലിഹി അദാബ്. ഒരു മറയിടപ്പെടും. ആ സമയത്താണ് മുനാഫിഖീങ്ങൾ വിളിക്കുക മുഅ്മിനീങ്ങളെ, നമുക്കും നൂരിക്കും, നിങ്ങളെ പ്രകാശം ഒന്ന് കുറച്ചിട്ടാ, നമ്മളൊന്ന് രക്ഷപ്പെട്ടോട്ടെ. കാരണം എന്താ അറിയോ? കൂടെ അള്ളാഹു നടത്തും. എന്ത് വിചാരിക്കും? രക്ഷപ്പെട്ട് എങ്ങനെങ്കിലും കയറി പോവാ. ഇങ്ങനെ പണ്ട് മംഗലത്തിന് പോയിട്ട്, വിളിക്കാത്ത മംഗലത്തിന് പോയിട്ട് ക്യൂവിൽ നിന്നിട്ട് ആള് കാണാണ്ട് പ്ലേറ്റിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി നോക്കുന്ന പോലെ ഇങ്ങനെ ഒക്കെ നടന്നിട്ട് പോകും. നിങ്ങൾ എന്തായാലും മുമ്പ് പോകുന്നുണ്ടല്ലോ, അതിന്റെ ബാക്കിൽ ഇങ്ങനെ മറിഞ്ഞ് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒളിച്ച് പെട്ടെന്ന് അങ്ങ് ചാടാന്ന് വെച്ചിട്ടാ പതിക്കുന്ന മലക്കളൊന്നിട്ട് വിടും. മുഅ്മിനീങ്ങളെ വിടും, ഇവനാളെ നിർത്തും. ഏത് മുഅ്മിൻ? സാദിഖീങ്ങളെ വിടും, കാദിബിനാളെ നിർത്തും. അപ്പൊ ഇവൻ വിളിക്കും, മുഅ്മിനീങ്ങളെ, സാദിഖീങ്ങളെ, അവിടെ നിൽക്കും, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളെ നൂറിലാ നമ്മൾ ഇതുവരെ വന്നത്, അങ്ങോട്ട് കൂടി വരട്ടെ. ഖീല ഇർജിഉ വറാഅക്കും ഫൽതമിസു നൂറ, വേഗോട്ട് പോയിട്ട് നോക്ക് നൂറുണ്ടോ ഇല്ലേ. അതാ തിരിച്ച് അള്ളാഹു കൊടുക്കുന്ന ചതി. അള്ളാഹു ചതിക്കുവോ? അത് ഐബല്ലേ? അള്ളാഹു ചതിക്കാൻ പാടില്ലല്ലോ, അള്ളാഹു ഐബല്ലേ? പക്ഷെ അള്ളാഹുവിന്റെ ഈ ചതി തഅദീബിന്റെ ചതിയാണ്, സ്വഭാവമല്ല. അള്ളാഹിന്റെ സ്വഭാവമല്ല ഇത്. രണ്ട് വ്യത്യാസം മനസ്സിലാക്കണം. അള്ളാഹുവിന് യോജിക്കാത്ത സിഫത്താണ് ചതി. അള്ളാഹു ചതിയനല്ല, മനുഷ്യന്റെ മോശമായ സിഫത്തല്ലേ. അള്ളാഹു പരിശുദ്ധനാണ് ന്യൂനതകളിൽ നിന്ന്. പക്ഷെ എന്നിട്ട് അള്ളാഹ് ചതിക്കൂന്ന് പറഞ്ഞില്ലേ? അച്ചതി അള്ളാഹിന്റെ വിശേഷമായ ചതിയല്ല. മുനാഫിക്കീങ്ങൾക്ക് അള്ളാഹു അവിടെ കൊടുക്കുന്ന തഅദീബിന്റെ ചതിയാണ്, ശിക്ഷയുടെ ഭാഗമായിട്ടുള്ള ചതിയാണ്. അള്ളാഹിന്റെ സ്വഭാവത്തിലുള്ളതല്ല അത്. അള്ളാഹു അങ്ങനെ ചതിക്കുന്ന ആളല്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, ചതി കാണിക്കുന്ന ആളല്ല. പക്ഷെ അള്ളാഹു അതുകൊണ്ട് സിദ്ദിഖ് അള്ളാഹിനോട് കാണിച്ചാൽ ഇങ്ങോട്ടും സിദ്ദിഖ് തന്നെ. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാപ്പ ആരാണ്? ജാബിർ ഇബ്നു അബ്ദുല്ലാന്റെ ഉപ്പാന്റെ പേരെന്താ? അബ്ദുല്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കിയതാണ്. അബ്ദുല്ല റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉഹദ് യുദ്ധത്തിന്റെ തലേന്ന്
മോനെ വിളിച്ചിട്ട് പറയാണ്, രാത്രി എഴുന്നേറ്റു പാതിരാക്ക്, തഹജ്ജുദിന്റെ സമയം. എന്താ സമയത്തിന്റെ പ്രത്യേകത? യൻസിലു റബ്ബുന തബാറക വതആല ഇല സമാഇ ദുനിയ. അള്ളാഹു ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരും. ഇറങ്ങുമോ? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും നിഷേധിക്കുന്ന ആൾക്കാരുണ്ടോ? നുസൂൽ കമാ യലീഖു ബിദാതി, അള്ളാഹിന്റെ ദാത്തിന് യോജിച്ച രീതിയിൽ ഇറങ്ങും. ചോദിക്കും ഹൽ മിൻ സായിലിൻ, എന്തെങ്കിലും ചോദിക്കുന്നവരുണ്ടോ? ഫഉഅതി, ഞാൻ തരാം. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, പാപമോചനം തേടുന്നവരുണ്ടോ? ഫഅഗ്ഫിർ ലഹു, ഞാൻ പുറത്തുതരാം. ഹൽ മിൻ മുസ്തർസിഖിൻ, റിസ്ക് ചോദിക്കുന്നവരുണ്ടോ? ഫഅർസുഖുഹു, റിസ്ക് ഞാൻ തരാം. എന്ന് അള്ളാഹു ഒന്നാമത്തെ ആകാശത്ത് ഇറങ്ങി വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഉറക്കിലാവുന്ന നേരം. തഹജ്ജുദ് പതിവാക്കണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. സുബഹിന്റെ ഫജ്റിന്റെ 1 മണിക്കൂർ മുമ്പ് ഉണരണം. നമ്മളും ഭാര്യമാരും മക്കളും. വീട്ടിലെ ലൈറ്റ് തഹജ്ജുദിന് ഓണാവണം. അള്ളാഹ് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്ന ടൈമാണ്. ആ സമയത്ത് ഉറങ്ങിക്കിടന്നിട്ട് എന്തോ റബ്ബ് ഒന്നും ചോദിച്ചാൽ തരൂല പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അബ്ദുള്ള തന്നെ ആ സമയത്ത് എഴുന്നേറ്റു. എന്താ പറഞ്ഞാൽ, അള്ളാഹുവേ, നാളെ ഉഹദ് യുദ്ധം നടക്കാൻ പോവാണ്, എനിക്ക് നിന്റെ അടുത്തേക്ക് വരണം, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം. ഞാൻ നിന്നോട് സത്യസന്ധമായിട്ട് ചോദിക്കുകയാണ്, നാളെ നീ എന്ന ശുഹദാക്കളുടെ കൂട്ടത്തിൽ സ്വീകരിക്കണം. പിറ്റേന്ന് രാവിലെ മോനെ വിളിച്ചു ജാബിറിനെ, ജാബിർ, എൻ്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവണം കണക്ഷൻ. ഇത്ര കൂളായിട്ട് ഞാൻ പറയുന്ന നോക്കി. എൻ്റെ റബ്ബിനോട് എന്നെ വിളിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ ഉഹദ് യുദ്ധത്തിൽ ഞാൻ ഷഹീദാവും. എൻ്റെ പങ്ങന്മാരൊക്കെ ശരിക്കും നോക്കണം, കുറെ കടമുണ്ട്, എന്നെ വീട്ടണം. ജാബിർ തന്നെ പറയാണ്, ഉപ്പ വലിയ ഭാരം എൻ്റെ തലക്കിട്ടിട്ടാണ് പോയത്, കുറെ പങ്ങന്മാരും കുറെ കടവും. ഉഹദ് യുദ്ധം കഴിഞ്ഞു. ജാബിർ തന്നെ പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ശുഹദാക്കൾ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വന്ന് നോക്കി, പരതും വെക്കും മുമ്പ് തന്നെ എൻ്റെ ഉപ്പാൻ്റെ മയ്യത്തുണ്ട്, ഷഹീദായിട്ട് കിടപ്പുണ്ട്. ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഞാൻ വളരെ വിഷമിച്ചു നിന്നു. റസൂൽ വിളിച്ചു, യാ ജാബിർ, അത്തദ്രി മാദാ ഫഅല അല്ലാഹു ബിഅബീക വഇഖ്വാനിഹി മിനശ് ശുഹദാ. ജാബിറെ, നിന്റെ ഉപ്പാനോടും നിന്റെ ഉപ്പാന്റെ കൂടെ ഷഹീദായ ഇവരോടും അള്ളാഹു എന്താ ചെയ്തത് എന്ന് നിനക്കറിയോ? ഖുൽതു ലാ അദ്രി യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു എനിക്കറിയ റസൂലേ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ജീവിതം ഏതൊരുത്തൻ്റെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലഖദ് കല്ലമഹും കഫാഅൻ ബിലാ തർജുമാൻ, ഒരു മറയുമില്ലാതെ റബ്ബ് അവരോട് നേർക്ക് നേരെ സംസാരിച്ചു. ഖാല, അള്ളാഹു ചോദിച്ചു അവരോട്, തമന്നൗ അലൈ, എന്താ വേണ്ടത് ആഗ്രഹിച്ചോളിൻ. ഖാലു, അപ്പൊ അവര് പറഞ്ഞു, നതമന്ന അൻ തുഈദനാ ഇല ദുനിയ, അല്ലാഹുവേ, നമ്മുടെ ആഗ്രഹം നീ ഒന്നുകൂടി ദുനിയാവിലേക്ക് നമ്മളെ തിരിച്ചയക്കണം. ഫനഖ്തുലു ഫീക സാനിയ, രണ്ടാമതും നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം, എന്നിട്ട് കൊല്ലപ്പെടണം, ഷഹീദാവണം. ഫഖാൽ, അപ്പൊ അല്ലാഹ് തിരിച്ചു പറഞ്ഞു, ഇന്നി കതബ്തു അലാ നഫ്സി, ഞാൻ എനിക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്, അന്നഹും ഇലൈഹ ലാ യുർജഊൻ, ഇനി ഒരിക്കലും എന്തെയില്ല തിരിച്ച് ദുനിയാവിലേക്ക് പോക്കുണ്ടാവൂല ഇങ്ങോട്ട് വന്നാൽ. ഫതമന്നൗ, അതുകൊണ്ട് വേറെന്തെങ്കിലും കൊതിച്ചോളി, ആഗ്രഹിച്ചോളി. ഖാലു, അപ്പൊ അവര് പറഞ്ഞു, നതമന്ന അൻ തർദ അന്നാ, അല്ലാഹുവേ, നീ നമ്മളിൽ തൃപ്തനാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, അതാണ് നമ്മൾ കൊതി. ഫഇന്നാ ഖദ് റദീനാ അൻക, നമുക്ക് അല്ലാഹുവേ നിന്റെ കാര്യം നീ തന്നതിൽ നമ്മൾ തൃപ്തനാണ്. ഖാല, അല്ലാഹു പറഞ്ഞു, ഫഇന്നി ഖദ് അഹ്ലൽതു അലൈക്കും റിദാഇ, എൻ്റെ തൃപ്തി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഫലാ അസ്ഖതു അലൈക്കും അബദാ, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കൂല. ഫജഅല അല്ലാഹു അർവാഹഹും, അങ്ങനെ അല്ലാഹു അവരുടെ റൂഹുകളെ ഫീ ഹവാസില തൈരിൻ ഖുദ്രിൻ, പച്ച നിറത്തിലുള്ള പക്ഷികളിലേക്ക് നിക്ഷേപിച്ചു. തരിദുൽ ജന്ന, അത് സ്വർഗത്തിലേക്ക് പോകും. വതശ്റബു മിൻ മാഇൽ ജന്ന, അത് സ്വർഗത്തിന്റെ വെള്ളത്തിൽ നിന്ന് കുടിക്കും. വതഅകുലു മിൻ സിമാരിൽ ജന്ന, സ്വർഗത്തിന്റെ പഴങ്ങൾ കഴിക്കും. വതഉവി ഇലാ ഖനാദീനി മുഅല്ലഖത്തിൻ ബിസ്സമാഇ ഔ ബിൽ അർശ്, ആകാശത്തിലോ അർശിലോ തൂക്കിയിടപ്പെട്ട തൂക്കിവിളക്കുകളിൽ കൂടുകളിൽ അവ പോയിട്ട് വൈകുന്നേരമാകുമ്പോൾ അഭയം പ്രാപിക്കും. ഹത്താ യരിസല്ലാഹുൽ അർള വമൻ അലൈഹാ, ഈ ദുനിയാവ് നശിക്കുന്നത് വരെ. അതാണ് നിന്റെ വാപ്പാക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളത് പറഞ്ഞു. അള്ളാഹു അങ്ങോട്ട് അബ്ദുള്ള അങ്ങോട്ട് സത്യസന്ധത കാണിച്ചു, തിരിച്ച് അള്ളാഹു ഇങ്ങോട്ടും അതേ സിദ്ഖ് കാണിച്ചു. നമ്മൾ അറിയേണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ചിന്തിക്കേണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ ഇത് കൂട്ടത്തിൽ പെടുന്നതാണ്. സാദിഖീങ്ങളിൽ പെടുമോ? കാദിബീങ്ങളിൽ സാദിഖാവണം. കാരണം അത് കലിമത്തു തൗഹീദിന്റെ ഷർത്താണ്. അത് പോയാൽ തൗഹീദ് സഹീഹല്ല, സഹീഹല്ലാത്ത തൗഹീദ് ഖബൂലല്ല. അല്ലാഹു കാലത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.